സംസ്ഥാനത്ത് പോലീസ് മർദ്ദനത്തിന്റെ വാർത്തകളാണ് ഓരോ ദിനവും പുറത്തുവരുന്നത്. ഇപ്പോൾ അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ജോയലിന്റെ മരണം പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്നുള്ള ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. അടൂരിലെ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയും CPMന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ജോയൽ 2020 മെയ് മാസത്തിലാണ് മരണപ്പെട്ടത്. സ്റ്റേഷന് കൊണ്ടുപോകാൻ 2 വണ്ടിയും പോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 വണ്ടിയും സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേന് എനിക്ക് ഫോൺ ചെയ്തു. ഞാൻ വേഗം തന്നെ സ്റ്റേഷൻ ചെന്നപ്പോൾ മോൻ അവിടെ ഇരിക്കുന്നു, വേറെ 2 പിള്ളേരുണ്ട്. അപ്പം ഞാൻ തെങ്ങമ്മ KV അജിസാനോട് പറഞ്ഞ് ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞു. അതിനെന്താ ഇപ്പം തന്നെ ഒരു പെറ്റി എഴുതിയിട്ട് അങ്ങ് വിടും, വണ്ടി മുട്ടിയാലല്ലേ, കുഴപ്പമില്ല. അങ്ങനെ 4:30 തൊട്ട് 7 മണി വരെ അവിടെ വെച്ചിരുന്നു. CA വന്നില്ല. 6 മണിയായപ്പം ഈ തെങ്ങമ്മ അജിസാറിന് KV അജിസാറിനൊരു ഫോൺ വന്നിട്ട് പറഞ്ഞ് CA വന്നിട്ട് പോയാൽ മതിയെന്ന്. അപ്പം ജോയല് ഏഴംകുളം വേണു സാറിനെ വിളിച്ച് ജോയലിൻ്റെ കൂടെ തന്നെ സാറ് സ്റ്റേഷനുണ്ടായിരുന്നു. 6 മണിക്ക് ആ സാറിന് ഒരു ഫോൺ പോയി കഴിഞ്ഞപ്പോഴാണ് CA വന്നത്. 7 മണിക്ക് CA വന്നു കഴിഞ്ഞപ്പം ഇവൻ എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അടുത്തോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ ഒരു ജയകുമാർ എന്ന് പറഞ്ഞ ഒരു സാറ് വന്നിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞ് ഊതടാന്ന്. അന്നേരം അവൻ പറഞ്ഞു ഞാൻ എന്തിനാ സാറേ ഊതുന്നേ എന്ന് ചോദിച്ചിട്ട് അവനൊരു പാട്ടിക്കാരനാണെന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തെ അരിവാളും ചുറ്റി നക്ഷത്രത്തിൻ്റെ മാലയുണ്ട്, ഇതെടുത്ത് കാണിച്ചു. നിന്റെ ചുട്ടിയോ എന്നും ചോദിച്ച് ഈ CA അവൻ്റെ നാവിക്ക് ഒരു പിടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് വളഞ്ഞു കഴിഞ്ഞപ്പോൾ ജോയലിനൊപ്പം പോലീസിന്റെ മർദ്ദനമേറ്റ പിതൃ സഹോദരി കുഞ്ഞമ്മയ്ക്ക് ഇപ്പോഴും ശാരീരിക അവശതകൾ വിട്ടൊഴിയുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. എനിക്ക് എന്തുവാന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഈ CA വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഈ ഡയറക്ടർക്ക് ഒരു ഫോൺ വന്ന് CA വന്നിട്ട് വിടാനൊക്കത്തുള്ളതെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ CA വരുന്നവരെ വെയിറ്റ് ചെയ്തു. CA വന്നു കഴിഞ്ഞപ്പം മോനാ ബെഞ്ചിൽ നിന്നിച്ച് വന്നു. ആ CA വന്നല്ല, അറിയുന്നതായതുകൊണ്ട് ഇന്നിച്ച് ഇങ്ങോട്ട് വരിക. CA ഇവൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അപ്പോൾ ഇവൻ കൂഞ്ഞത് മദ്യവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഊതളാന്ന് പറഞ്ഞു. ഊതളാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഊതൻ്റെ കാര്യമില്ല, ഞാൻ മദ്യവെച്ചിട്ടില്ല. അങ്ങനെ ഈ സിജു P ശാമുവേൽ ഈ മോനെ പെടലിക്ക് പിടിച്ച് കുലുക്കുകയും ശ്രീകുമാർ ഇത്രയും പേര് വളഞ്ഞിട്ട്